ഹരി ഹരി ഓ നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ ബ്രജമണ്ഡല പരിക്രമ മാഹാത്മ്യം ഒക്കെ കഴിഞ്ഞു. നമ്മൾ വത്സാത്സര മോക്ഷം കഴിഞ്ഞു. ഇനി ആർക്കാണ് ഭഗവാൻ മോക്ഷം കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു നാള് ബലരാമനോടും ചങ്ങാതിമാരോടും ചേർന്ന് ശ്രീകൃഷ്ണൻ യമുനാ തീരത്തെത്തിയപ്പോൾ പർവ്വതാകാരനായ ഒരു വെളുത്ത കൊറ്റി യമുനയുടെ തീരത്ത് ഇരിക്കുന്നത് കാണാറായി. ഭഗവാനെ കണ്ടതും മേഘം പോലെ അത് ഗർജിച്ചു പറഞ്ഞു. മേഘം പോലെ ഗർജിച്ച് പാഞ്ഞ് വന്ന ആ ബകം പ്രചതുല്യമായ അതിന്റെ കൊക്കുകൊണ്ട് ഭഗവാനെ കൊത്തി വീഴ്ത്തി. കുട്ടികൾ ഉറക്കം നിലവിളിച്ചുകൊണ്ട് ഹാഹാരവം മുഴക്കി. വ്യോമപഥസഞ്ചാരിയായ ദേവേന്ദ്രൻ ഇറങ്ങി വന്ന് വജ്രായുധം കൊണ്ട് അതിനെ വെട്ടി. കൊറ്റിയുടെ ഒരു തൂവൽ മാത്രമാണ് കൊഴിഞ്ഞു വീണത്. തുടർന്ന് തന്റെ ബ്രഹ്മദണ്ഡം കൊണ്ട് പിതാമഹനും തൃശൂലം കൊണ്ട് മഹാദേവനും അതിനെ പ്രഹരിച്ചു. എന്നിട്ടും ബഗത്തിന് യാതൊരു കോട്ടവും തട്ടിയില്ല. വായുഭഗവാൻ വായവ്യാസ്ത്രം പ്രയോഗിച്ചിട്ടും യമന്റെ ദണ്ഡം കൊണ്ടും ആ അസുരനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. വൈശ്രവണൻ, അഗ്നി, വരുണൻ, ചന്ദ്രൻ, ഭദ്രകാളി, സുബ്രഹ്മണ്യൻ എന്നിവയെല്ലാം മാറി മാറി അവന്റെ മേൽ ആയുധപ്രയോഗം നടത്തി. വലിയ കൊക്കും പിളർത്തിക്കൊണ്ട് പക്ഷി ദേവന്മാരെ തുരത്തി. അവരെല്ലാം തന്നെ 10 ദിക്കിലും പലായനം ചെയ്തു. ബ്രഹ്മാദിദേവകൾ ഭഗവാനെ സ്തുതിച്ചു. ഈ നേരപത്രയും പക്ഷിയുടെ ഗളാന്തർഭാഗത്തിരുന്ന കൃഷ്ണൻ തന്റെ ദേഹം വലുതാക്കാൻ തുടങ്ങി. തൊണ്ട മുറിഞ്ഞ ബകം കൃഷ്ണനെ ഛർദ്ദിച്ചു. കൊക്കും പിളർന്നുകൊണ്ട് തന്റെ നേരെ ഊഴിയെടുക്കുന്ന അതിനെ കൃഷ്ണൻ കടന്നു പിടിച്ചു. കൊക്കിന്റെ 2 പാലുകളും കടന്നു പിടിച്ച് ആന പന ചീന്തുന്നത് പോലെ അതിനെ 2ആയി ചീന്തിയിട്ടു. യഥാരതുണ്ടഹസ്താഭ്യാം കൃഷ്ണ ശാഖാം ഗജോ യഥാ എന്നാണ് ഗർഗമഹർഷി മൂലഗ്രന്ഥത്തിൽ ഈ ഭാഗം വർണ്ണിക്കുന്നത്. ഭയരസമാണ്. ഇതിനു മുമ്പും ഭഗവാന്റെ തൃക്കൈകളാൽ മരണമടഞ്ഞ അസുരന്മാരുടേതുപോലെ ബകാസുരന്റെ ജീവനും തേജോരൂപമേർന്ന് ഉയർന്ന് കൃഷ്ണനിൽ ലയിച്ചു ചേർന്നു. ഗോപാലന്മാർ വിസ്മയം പൂണ്ടു. ഇത്രയും ഘോരമായ വിപത്തിൽ നിന്നും രക്ഷപ്പെട്ട കൃഷ്ണനെ ഗോപപാലന്മാർ വാരിയെടുത്ത് ആശ്ലേഷിച്ചു. രാജൻ തുടർന്ന് ഈ കഥ വീണ്ടും നാരദ മഹർഷി ബഹുലാശ മഹാരാജാവിനോട് പറയുന്നുണ്ട്. എന്നിട്ട് നാരദ മഹർഷി പറയുകയാണ് ഈ അസുരന്റെ പൂർവ്വജന്മത്തെക്കുറിച്ച്. ഹയഗ്രീവന്റെ പുത്രനായ ഉത്കലൻ ദേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഇന്ദ്രന്റെ വെൺകുറ്റക്കൊട കൈക്കലാക്കി. ഗർഭിഷ്ഠനായി തീർന്ന അവൻ ഒരിക്കൽ സാഗര തീരത്തുള്ള ജാജലി മഹർഷിയുടെ ആശ്രമ പരിസരത്ത് ചുറ്റിക്കറങ്ങി നടന്നു. ചൂണ്ട ഇട്ട് മത്സ്യങ്ങളെ പിടിച്ചിരുന്ന അവനെ ജാജലി വിലക്കിയിട്ടും കൂട്ടാക്കാതെ അവൻ തന്റെ കുത്സിത വൃത്തി തുടർന്നു. കോപം വന്ന ജാജലി അവനെ ശപിച്ചു. കൊറ്റിയെപ്പോലെ മീൻ പിടിക്കുന്ന നീ ഒരു കൊറ്റിയായി തന്നെ ഭവിക്കട്ടെ. ശാപം ശ്രവിച്ച് ഭീതനായ അവൻ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് മാപ്പിരന്നു. ക്ഷിപ്രപ്രസാദിയായ ജാജലി ഉടനെ ശാപമോക്ഷവും നൽകി. ദ്വാപരാന്തത്തിൽ വൃന്ദാവനത്തിൽ വെച്ച് ശ്രീകൃഷ്ണ സ്പർശനമുണ്ടാകുമ്പോൾ കൊറ്റിയുടെ ദേഹം ത്യജിച്ച് നീ മുക്തി നേടും. സജ്ജനങ്ങളുടെ കോപം തന്നെ ഒടുവിൽ മോക്ഷപ്രദമായി കലാശിക്കുന്നുവെങ്കിൽ അവരുടെ പ്രീതി എത്രമാത്രം അഭികാമ്യമാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ